രണ്ടിൻ്റെ അറ്റത്തൊരു ബ്ലഡ് വേമിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ലൈവാണ്. ഇതിന് നമ്മൾ നമ്മുടെ ഈ സൺഡ്യൂവിന് ഫീഡ് ചെയ്യാൻ പോവാണ്. ഫീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ടെൻറ്റക്കിൾ പശയുള്ളത് ആയിട്ടുള്ള ടെൻറ്റക്കിൾ നോക്കുക. അതിൻ്റെ അറ്റത്തുള്ള ജസ്റ്റ് ഇങ്ങനെ മുട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അതുപോലെ മുട്ടിച്ചു കൊടുക്കുമ്പോൾ നടുക്കോട്ട് നോക്കി വെക്കുക. കാരണം നടുക്കോട്ട് നോക്കി വെക്കുകയാണെങ്കിൽ ഇത് ചുരുണ്ട് കഴിയുമ്പോഴത്തേക്കും ഈ സൈഡിലത്തെ എല്ലാം ചുരുണ്ട് അതിന് ഒട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിനു മുമ്പൊരു കോൾത്തുമ്പി ഒന്ന് ഒട്ടിയിരിക്കുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതിന് കാല് കൂടുതലായതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കണ്ടോ എയറിൽ. അതിൻ്റെ ആ തട്ടിയതുകൊണ്ടാണ് ഈ ഇല തണ്ട് തട്ടിയതുകൊണ്ട് ഇല ചുരുണ്ടിരിക്കണം കണ്ടോ നിങ്ങൾ. കണ്ടോ ഇല നേരെ വളഞ്ഞേക്കുന്നത് കണ്ടോ. അതതിൻ്റെ കാല ഒട്ടി തട്ടിയതുകൊണ്ടാണ് അതങ്ങനെ വളഞ്ഞു പോയത്. ഇത് നോക്കിയത് വേറൊരു ചെടിയാണ് സൺഡ്യൂവിൻ്റെ തന്നെ. നോക്കി അവിടെ ഇല ചുരുണ്ട് നടുക്കിൽ വന്നേക്കുന്നത് കണ്ടോ. നോക്കി ഇവിടെ തോരണം കണ്ടോ. ഇലയെല്ലാം ചുരുണ്ട് നടുക്കോട്ട് വെച്ചേക്കുന്നുണ്ട്. അത് അതേമാതിരി വളഞ്ഞ് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ. ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കാണിച്ചു തരാം. നമുക്ക് വേറൊരു ഇലയും കൂടെ ഫീഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ലൈവ് ബ്ലഡ് വേം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടോ അതേ ഈ ഇരിക്കുന്ന ഇലയുടെ ആ സൈഡിലുള്ളതെല്ലാം മടങ്ങി ഇതിൻ്റെ ഉള്ളിലിട്ട് നടുക്കോട്ട് ഒട്ടിയിരിക്കണുണ്ടോ. കണ്ടോ ഞരമ്പുകളെല്ലാം ആ ചെറിയ ടെൻറ്റിക്കിൾസ് മുഴുവൻ ഈ പ്രാണിയെ തൊട്ട് മുറുക്കെ പിടിച്ചേക്കുന്നുണ്ടോ സൈഡിലുള്ളത്. ഈ ഒരു കുറച്ച് ഭാഗത്ത് മാത്രം. ഇതിപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആയുള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് മുഴുവൻ അതേമാതിരി മൊത്തം ഇതിനകത്തേക്ക് ഒട്ടി പിടിച്ചിരിക്കും. ഇത് അതിൻ്റെ തന്നെ സൺഡ്യൂ. ഇത് 2 ഇഞ്ച് എബോവ് സൈസ് ഉണ്ട്. ഈ പോട്ടിൻ്റെ തന്നെ വീതി നിങ്ങൾ പൊക്കം നോക്കിയാൽ നിങ്ങൾ ഇത്രയും നീളമുണ്ട് ഈ പോട്ടിന്. 2 ഇഞ്ച് എബോവ് സൈസുള്ള സ്പെസിമനാണ് ഈ ഡ്രോസറ ടോക്കൻസസിൻ്റെ. ഇത് VFTയുടെ വെയർവൂൾഫ്. നമ്മൾ ഇതിനാണ് ഫീഡ് ചെയ്തത്. ഈ രണ്ടും VFTയുടെ വെയർവൂൾഫാണ്. ഇതിനാണ് നമ്മൾ ഫീഡ് ചെയ്തത്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഉള്ള അതിൻ്റെ അവസ്ഥയാണ്. അത് ചുരുട്ടിയത് ഈ ഇലയിലാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. ആ ഇല ചുരുണ്ട് പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഇതും ചുരുട്ടി പിടിച്ച് നീരൂറ്റി കുടിച്ച് ഒരുവിധം ജസ്റ്റ് ചെറിയ നാര് പോലെ മാത്രമാക്കി. ഒന്നാമത് ഈ ബ്ലഡ് വേമിനകത്ത് പകുതിയും വെള്ളം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു തൊലിയും കുറച്ച് നോൺ വെജിൻ്റെ പാർട്ടും ഉണ്ടാവാറുള്ളൂ. ഇതൊക്കെ ഈ ഇല തന്നെ വളഞ്ഞേക്കണുണ്ടോ നോക്കി. ഇല പിടിച്ചിട്ട് തന്നെ ചുരുട്ടി പിടിച്ചേക്കണുണ്ടോ. ചുരുണ്ടേക്കണുണ്ടോ. നേരെ ഉണ്ടായിരുന്ന ഇലയാണ് ചുരുണ്ടേക്കുന്നത്. ഇത് ആദ്യം കടന്നതാണ്. ഇത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു ഞാനിത് കൊടുത്തു കഴിഞ്ഞിട്ട്. ഇത് നമ്മുടെ VFT കൊടുത്തത് ഉണ്ട്. ഇത് മുറുകെ പിടിച്ചിരിക്കണുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ. അതിനു മുമ്പ് ഞാൻ ഫീഡ് ചെയ്തതാണ് ഇതിനൊക്കെ. ഇതാണ് നമ്മൾ ടൈറ്റ് സീലായി എന്ന് പറഞ്ഞ് കാണിച്ചത്. ഇതായിരുന്നു ലൂസായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് പറഞ്ഞെടുപ്പുണ്ടായിരുന്നില്ല. അതിതാ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് സീലായിട്ടുണ്ട്. ഇതിൻ്റെ ഫീഡിങ് ഈ VFTയുടെ ഫീഡിങ് വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. തൊട്ട് മുമ്പിലത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മളിന്ന് ഫീഡ് ചെയ്ത VFTയുടെ ട്രാപ്പാണ് ഈ അടഞ്ഞു കിടക്കുന്നത്. ഇത് പെർമനൻറ്റ് സീലായില്ല, സീലായി തുടങ്ങി. പക്ഷേ ഈ കാണുന്ന പിങ്കിക്കുലാറ്റ എന്ന് പറയുന്നത് പിങ്ങെന്ന് പറയും. ഈ സൈഡിൽ കാണുന്ന ചെറിയൊരു പുല്ല് പോലെ ഇരിക്കുന്നുണ്ടോ, അത് സാഴ്സീനിയ നോർത്ത് അമേരിക്കൻ പിച്ച പ്ലാന്റിൻ്റെ സീഡ് മുളപ്പിച്ച തൈയാണ്. ഈ ചെറുത് കാണുന്നത് പിഗ്മി സൺഡ്യൂ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ്. സൺഡ്യൂളിൽ തന്നെ ഏറ്റവും ചെറിയൊരു വേർഗത്തിൽ വിടുന്നൊരു ഇതാണ് സൺഡ്യൂ ആണ്. ഇത് പിന്നെ നമ്മുടെ ടോക്കൻസസ് ഡ്രോസറ ടോക്കൻസസ് അല്ലെങ്കിൽ സൺഡ്യൂ എന്ന് പറയും. സൺഡ്യൂ തന്നെ ഒരു പേരാണ് സൺഡ്യൂ എന്ന് പറയുന്നത്. അതിൽ ഡ്രോസറ ടോക്കൻസസ് എന്ന് പറയുന്ന സാധനമാണിത്. ഇത് വേറൊരു കാർണസ് പ്ലാന്റ് ആണ്, യൂട്രിക്കുലേറിയ എന്ന് പറഞ്ഞുകൊണ്ട്.
ഇതും പ്രാണിയെ പിടിക്കുന്നതാണ്. ഇത് വെള്ളത്തിൽ സെമി വാട്ടർ കണ്ടീഷനിൽ വാഴുന്നതാണ്. ഇതിന് നല്ല മനോഹരമായ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്.